ഐ.എൻ.എസ് വിക്രാന്തിന്റെ വിന്യാസത്തിൽ വിശദീകരണം നൽകുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. ആഴ്ചകൾക്ക് മുൻപ് തീരുമാനിച്ചതാണ് ഈ വിന്യാസം. വിമാനവാഹിനി കപ്പൽ പാകിസ്ഥാൻ ലക്ഷ്യമിട്ട് നീങ്ങുന്നു എന്ന പ്രചാരണത്തിലാണ് ഇപ്പോൾ വിശദീകരണം വരുന്നത്. പി ബസന്ത് ഐ.എൻ.എസ് വിക്രാന്ത് മൂവ് ചെയ്യുന്നു, അത് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടാണ്, അല്ലെങ്കിൽ പാകിസ്ഥാന് ഏറ്റവും അടുത്ത സ്ഥലത്തേക്ക് അത് മൂവ് ചെയ്യുകയാണ്, കാർവാർ തീരത്ത് എന്നതാണ് രാവിലെ വന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? ഇത് നേരത്തെ ഉള്ള ഒരു ഡിപ്ലോയ്മെന്റ് ആണ്, അല്ലെങ്കിൽ നേരത്തെ തീരുമാനിച്ച ഒരു ഡിപ്ലോയ്മെന്റ് ആണെന്നാണ് ഇപ്പോൾ നാവികസേന വൃത്തങ്ങൾ പറയുന്നത്. അതായത് ഐ.എൻ.എസ് വിക്രാന്ത്, ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ ഐ.എൻ.എസ് വിക്രാന്ത് കാർവാർ തീരത്ത് ഉള്ളതായിട്ടുള്ള ഒരു ഉപഗ്രഹ ചിത്രം വെച്ചിട്ടാണ് ഈ സംബന്ധിച്ച ചില അഭ്യൂഹങ്ങൾ പറയുന്നത്. വിക്രാന്ത് പാകിസ്ഥാൻ തീരത്തേക്ക് പോകുന്നു എന്നുള്ള തരത്തിൽ. ഇത് സാധാരണയായിട്ടുള്ള ഒരു ഡിപ്ലോയ്മെന്റ് മാത്രമാണ്, ആഴ്ചകൾക്ക് മുമ്പ് തീരുമാനിച്ചതാണ്. ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുമായി അതിന് യാതൊരു ബന്ധവുമില്ല എന്ന സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതലാണ് കാർവാറിന്റെ എന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള ഒരു ഉപഗ്രഹ ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. ഇത് കാർവാർ തീരത്തുള്ള ഒരു ചിത്രമാണ്. പാകിസ്ഥാൻ തീരം ലക്ഷ്യമിട്ട് നീങ്ങി തുടങ്ങി എന്നുള്ള തരത്തിലൊക്കെയായിരുന്നു വിശദീകരണം വന്നിരുന്നത്. പി ബസന്താണ് പുതിയ വിവരം നൽകിയത്. ഐ.എൻ.എസ് വിക്രാന്തിന്റെ വിന്യാസവുമായി ബന്ധപ്പെട്ട് രാവിലെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കാർവാർ തീരത്ത് നിന്ന് ഐ.എൻ.എസ് വിക്രാന്ത് മൂവ് ചെയ്യുന്നു എന്നതായിരുന്നു വിവരം. അത് ശരിവെക്കുന്നതാണ്, അത് സ്ഥിരീകരിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. പക്ഷേ അത് ആഴ്ചകൾക്ക് മുൻപ് തീരുമാനിച്ചതാണ്. വിമാനവാഹിനി കപ്പൽ പാകിസ്ഥാൻ ലക്ഷ്യമിട്ട് നീങ്ങുന്നു എന്ന പ്രചാരണത്തിന് അടിസ്ഥാനമില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ വിശദീകരണം വരുന്നത്. പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.